ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് ജോസ്വിൻ. ഞാൻ തൊടുപുഴയിൽ നിന്നും വരുന്നു. ഞാൻ ഈ മിശോ കുടുംബത്തിൽ വന്നിട്ട് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉണർവായിരുന്നു. സത്യം പറഞ്ഞാൽ ദൈവം എന്താണെന്ന് അറിഞ്ഞു. എങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയണമെന്നറിഞ്ഞു. ബാക്കിയുള്ളിടത്തൊന്നും പോകുന്ന പോലെയല്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്ലാസ്സാണ് എടുക്കുന്നത് ഇവിടെ. നല്ലൊരു അനുഭൂതിയായിരുന്നു. എൻ്റെയൊക്കെ പ്രായത്തിലുള്ള പിള്ളേരെല്ലാം ഞാൻ പറയുകയാണെങ്കിൽ ഇതൊന്ന് വന്ന് കൂടിക്കഴിഞ്ഞാൽ ദൈവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാക്കി ഞാൻ കുറേ അടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഈ ഭയങ്കര ക്രൗഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളും പല ചിന്താഗതിയിൽ പോകും. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികം ആൾക്കാരില്ല. അപ്പം ഉള്ളവരെ നല്ല രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആർക്കും മാറി നിൽക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കൊന്ന് ഒഴിഞ്ഞു മാറാമെന്ന് പോലും ചിന്തിക്കാൻ പറ്റില്ലാത്ത വിധത്തിൽ നമ്മളെ അത്രയും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് നയിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇവിടെയുള്ള ആനീസ് ടീച്ചറും ടോമച്ചൻ ചേട്ടനും ക്ലീറ്റസ് ചേട്ടനും സീന ചേച്ചി നാൻസി ടീച്ചറും എല്ലാവരും വളരെ നല്ല രീതിയിലാണ് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. നന്ദി. എൻ്റെ പേര് പ്രജ്വൽ സതീഷ്. ഞാൻ വരുന്നത് പാറപ്പുറം കപ്പേരുടെ അടുത്ത് നിന്നാണ്. ഇവിടെ ഞാൻ ഈ കോഴ്സിന് വരാൻ കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മരിയയാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ആദ്യമൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. ആദ്യത്തെ ദിവസം ആകെ ബോറടിയൊക്കെ ആയിരുന്നെങ്കിലും രണ്ടാമത്തെ ദിവസമായപ്പോൾ എനിക്ക് മൊത്തം ഇഷ്ടമായി. ഇവിടെ എല്ലാവരും എടുക്കുന്ന ക്ലാസ്സൊക്കെ നല്ല അറിവും എല്ലാ ഇതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ ക്ലാസ് ഇപ്പോൾ 2-3 ദിവസം കൂടിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമൊക്കെയാണ്. ഇവിടെ ഇനി വീണ്ടും വരണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരുടെ ക്ലാസ്സും എല്ലാം കൊണ്ടും എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷവും ഇതൊക്കെയാണ്. ഞാൻ പുറത്ത് പോയിട്ട് ഇങ്ങനെ ആരോടും ഇങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല. എല്ലാവർക്കും ഞാൻ പാവമാണ്, മിണ്ടൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് എല്ലാവരോടും ഇങ്ങനെ കുറച്ച് പേരുള്ളെങ്കിലും അവരായിട്ട് അടുത്ത് ഇടപഴകാനും സംസാരിക്കാനൊക്കെ പറ്റി. വേറെ ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ കേട്ട് എനിക്കും ഓരോ ഉന്മേഷമൊക്കെ കിട്ടി. ഇവിടെ വന്ന് എനിക്ക് മനസ്സിലുള്ളതൊക്കെ എഴുതാനും പറയാനൊക്കെ സാധിച്ചു. അതുകൊണ്ട് മിഷിയോ ടീമിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് വത്സ. ഞാൻ കൊല്ലത്തുനിന്ന് വരെയാണ്. ഞാൻ ഈ മിസ്സിയെ പറ്റി കേട്ടത് ഞങ്ങളുടെ ധ്യാനത്തിന് ഞാൻ ഒരിക്കൽ കൂടിയപ്പം കാർമൽഗിരി ധ്യാനത്തിന് കൂടിയപ്പം ആലിസ് ടീച്ചറിൻ്റെ നിന്നാണ് ആദ്യമായിട്ട് ഞാൻ മിസ്സിയെ പറ്റി കേൾക്കുന്നത്. പക്ഷേ അത് വചനം കൂടുതൽ ആഴമായിട്ട് പഠിക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ അത് വചനത്തിൻ്റെ ആഴങ്ങളിൽ കൊണ്ടുപോയി വചനത്തിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നും എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. ഇത് ശരിക്കും ഒരു ധ്യാനമെന്ന് പറയാൻ പറ്റില്ല. ഇത് കൗൺസിലിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അതും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരു കുമ്പസാരം ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ നല്ലൊരു കുമ്പസാരം കിട്ടി. ഈ കോഴ്സിൽ തുടങ്ങിക്കഴിഞ്ഞപ്പോഴും ഒരുപക്ഷെ ഞാൻ ഇപ്പം വിചാരിക്കുന്നുണ്ട് ഇത് കുറച്ച് മുമ്പേ ഞാൻ ഇവിടെ എത്തേണ്ടതായിരുന്നു എന്ന്. കർത്താവിനെ ശരിക്കറിയാനും കർത്താവ് നമുക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ചത് ഉത്ഥാനം ചെയ്തതും പറഞ്ഞു തന്ന് അത് എങ്ങനെയൊക്കെയാണ് സ്വർഗസ്നായ പിതാവിൽ പോലും ഈശ്വരൻ്റെ പ്രതിപുരുഷനായിട്ട് തന്നെ കണ്ട് അത് മനസ്സിലാക്കി തരാനൊക്കെ അതൊക്കെ ശരിക്കും ഓരോ പുതിയ അറിവുകളായിരുന്നു ഇവിടെ വന്ന്. മിസ്സി ടീമിലെ എല്ലാവരും ആലിസ് ടീച്ചറാണെങ്കിലും ടോമിച്ചനാണെങ്കിലും അതുപോലെ നാൻസി ആണെങ്കിലും സീനയാണെങ്കിലും ക്ലീറ്റസ് ആണെങ്കിലും എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഓരോ ക്ലാസ് ഞങ്ങൾക്ക് എടുത്ത് തന്നിരുന്നത്. എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതിനാണ് ഞാൻ നന്ദി പറയുന്നത്. എൻ്റെ പേര് മേരി, ഭർത്താവിൻ്റെ പേര് ജോസ്. ഇവിടെ വന്നിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വന്ന് വചനം കേട്ടതിൽ ഒത്തിരി സന്തോഷവും. എല്ലാ ക്ലാസ്സുകളും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പോണത് ഇവിടുന്ന്. ഇവിടുത്തെ എല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പരിശുദ്ധമ്മയുടെ അനുഗ്രഹം ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ അമ്മോടാണ് പ്രാർത്ഥിക്കാറ്. അതുകൊണ്ടാണ് ഈശോയോട് പ്രാർത്ഥിക്കില്ല എന്നല്ല, അമ്മോടാണ് എനിക്ക് കൂടുതൽ പ്രാർത്ഥന.
എല്ലാം കൊണ്ട് ഞാൻ ഇവിടെ വന്ന് സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. ഒത്തിരി ദുഃഖം ഉണ്ടായിരുന്നു എനിക്ക്. ഒത്തിരി ദുഃഖമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ദുഃഖങ്ങളൊക്കെ എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഞാൻ സന്തോഷത്തോടു കൂടി ഞാൻ പോവുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ജോമോൾ ബെന്നി. ഞാൻ സ്കോട്ട്ലൻഡിലാണ് ജീവിക്കുന്നത്. എനിക്ക് ഭർത്താവും 3 മക്കളുമാണുള്ളത്. ഞാൻ മിസ്സിയോ പ്രിലിംസിൻ്റെ 10ാമത്തെ ബാച്ച് ഓൺലൈൻ കോഴ്സ് വഴി കൂടിയായിരുന്നു. അത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുതൽ എന്തോ ഒരു ആകർഷണം എന്നിലുണ്ടായിരുന്നു. ഞാൻ പിന്നെയും അടുത്ത ബാച്ച് മുതൽ ഇപ്പോഴും 16ാമത്തെ ബാച്ച് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ബാച്ചിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. 2024 ജനുവരിയിൽ നാട്ടിൽ വന്നപ്പോൾ നേരെ മിസ്സിയോ ഫൗൺ വിസിറ്റ് ചെയ്തു. അതിനുശേഷം ഫെബ്രുവരിയിലെ ഫിസിക്കൽ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ദൈവം അനുഗ്രഹിച്ചു. ആ കോഴ്സ് കൂടിയപ്പോൾ തന്നെ എനിക്ക് പ്രത്യേക അനുഗ്രഹമുണ്ടായി. എന്തോ ഒരു ഭയങ്കര ദൈവാനുഭവം എന്നിലുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഞാൻ എൻ്റെ കൂട്ടുകാരോടും എൻ്റെ കൂടെയുള്ളവരോടും എല്ലാവരോടും ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയും ഈ പങ്കുവെച്ചുള്ള ജീവിതവും ദൈവസ്നേഹം എങ്ങനെയാണ് പങ്കുവെക്കേണ്ടതെന്ന് പല രീതിയിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഓരോ കോഴ്സിലും മെൻറ്ററായി 2 കോഴ്സ് കഴിഞ്ഞപ്പോൾ മുതൽ മെൻറ്ററായിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സാധിക്കാൻ പറ്റുന്ന പലരെയും ഞാൻ ഈ കോഴ്സിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴും എനിക്ക് എന്തോ ഉള്ളിൽ കോഴ്സ് കൂടണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഇപ്രാവശ്യത്തെ കോഴ്സിൽ 25-ാം തീയതി മുതൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. സന്തോഷത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് വേണം ഇത് പറയുവാൻ. എല്ലാവരുമായി സ്നേഹത്തിലും സഹോദരവും പങ്കുവെച്ച് സന്തോഷിച്ച് ശരിക്കും എല്ലാം എങ്ങനെ നമ്മൾ പങ്കുവെച്ചൊരു ജീവിതം എങ്ങനെ ജീവിക്കണമെന്നുള്ള പ്രാക്ടിക്കൽ സെഷനാണെന്ന് മാത്രമേ എനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്ക് അത്രയ്ക്കും അത് വിലമതിക്കുന്ന ഒരു കോഴ്സ്. ഇത് കോഴ്സെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തെ എങ്ങനെ കണ്ട് ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് അത് എങ്ങനെ മറ്റുള്ളവരിൽ എത്തിക്കാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു കോഴ്സെന്ന് മാത്രമേ ഇതിനെ പറയുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പല പല ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിലും പല ധ്യാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നമ്മളെ ഈശോയോട് അടുപ്പിച്ച് ഈശോയിലേക്ക് എത്തിക്കുന്ന ഒരു കോഴ്സെന്ന് മാത്രമാണ് എനിക്കിതിനെ പറയാനുള്ളത്. സാധിക്കുന്നവർ ജീവിതത്തിൽ എത്ര സമയത്തര ഉണ്ടെങ്കിലും ഒരു 5 ദിവസം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ലോകത്തിലൊന്നും നഷ്ടമാകില്ല. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി 5 ദിവസം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 500 ദൈവം തിരിച്ചു തരുമെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ഇനിയും കൂടുതൽ സാധിക്കുന്നവർ ഈ കോഴ്സ് കൂടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരുമായി പിരിഞ്ഞ് 5 ദിവസം നിന്നിട്ട് പോകുമ്പോൾ ശരിക്കും സ്വന്തം വീട്ടിൽ നിന്ന് പോകുന്ന ഒരു അനുഭവമാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ഇവൻ തിരിച്ചു വരുന്നില്ല എന്ന്. അതുപോലെ അത്രയ്ക്ക് ഒരു സന്തോഷമായ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കുന്നത്. അതിൽ കൂടുതൽ പേര് ഇത് കൂടുവാനും പങ്കെടുക്കുവാനും ഈ ദൈവസ്നേഹ അനുഭവം അനുഭവിക്കുവാനും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് ആലീസ് ദേവസ്യ ജോസഫ്. ഞാൻ ചങ്ങനാശ്ശേരി ഡയസിസ് കോട്ടാങ്ങ ചുങ്കപ്പാറയിൽ നിന്ന് വരുന്നു. ഞാൻ 16ാമത്തെ ഓൺലൈൻ മിസ്സിയോയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. അതിലെനിക്കൊരു വ്യത്യസ്തത തോന്നി. ഇതിനു മുന്നേ കൂടിയിട്ടുള്ള ഓരോ ബൈബിൾ ക്ലാസ്സുകളിനേക്കാളും ഒക്കെ വ്യത്യസ്തം കൂടിയത് കൊണ്ടാണ് ചേർന്നത്. അതിൽ നിന്ന് കിട്ടിയ ഇത് വെച്ചിട്ട് എനിക്ക് കോഴ്സ് ഒന്ന് ഇവിടെ ഡയറക്റ്റ് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ വന്നു. ഈ കോഴ്സ് എനിക്ക് വളരെയേറെ പ്രയോജനം ചെയ്തു. 7 നിത്യസത്യങ്ങളെ കുറിച്ച് ഡീറ്റെയിലായിട്ടും എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമായിട്ട് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കിതിൽ നിന്ന് മനസ്സിലായി. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് വളരെ ഇഷ്ടമായി. എല്ലാവരും ഒരു കുടുംബമായി വരുന്ന കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വരുന്നവരും കോഴ്സിന് നമ്മളെ പഠിപ്പിക്കുന്നവരും ഇവിടെയുള്ള അച്ഛനും എല്ലാവരും ഇവിടുത്തെ മെമ്പേഴ്സ് എല്ലാം വളരെ നല്ലതായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരനെ പോലെ ഒരു കുടുംബമായി പെരുമാറുകയും ഇവിടുത്തെ എല്ലാ രീതികളും കിച്ചണിലെയും ഈ ക്ലാസ് റൂമിൻ്റെയും എല്ലാം ഒരു പ്രത്യേകതയാണ്. എല്ലാം സ്വന്തമായി അവരവരുടെ സ്വന്തമാണ്, വരുന്നവരുടെ സ്വന്തമാണ്. നമ്മൾ ഒരു അന്യരാണെന്നുള്ള ഒരു ചിന്ത ഇവിടെ വരുമ്പോൾ നമുക്കില്ല. നമുക്കെല്ലാവർക്കും ഇവിടെ വന്ന് ആസ്വദിക്കാനും അതോടൊപ്പം ദൈവവചനം ആസ്വദിക്കാനും പരിശുദ്ധാത്മാവിൽ നിറയുവാനും ഒക്കെ നമുക്കൊത്തിരി സാധിക്കുന്നുണ്ട്. ഇതെല്ലാം അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. മിസ്സിയോ കുടുംബത്തിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻമരി യേശുരാജ്. ഞാൻ കറുവച്ചിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ കോഴ്സ് കൊടുക്കുന്നത്. ഈ കോഴ്സിൽ ദൈവരാജ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും സാധിച്ചു. മനസ്സിൽ നല്ലൊരു സന്തോഷമുണ്ട്. അപ്പോൾ മിസ്സിയോ ടീമിന് ഒരുപാട് നന്ദി പറയുന്നു. ഇവിടെ ശരിക്കും ഒരു കുടുംബം വരെയാണ് എല്ലാവരും. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഇതിപ്പോൾ കോഴ്സ് പോലെ ഒന്നും തോന്നില്ല. നമ്മൾ വീട്ടുകാരോട് വർത്തമാനം പറയുന്ന പോലെയാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും കളിച്ച് ചിരിച്ചൊക്കെയാണ് ക്ലാസ് എടുത്തതായിരുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ പാപങ്ങളെല്ലാം ഇവിടെ അങ്ങോട്ട് ഈശോൻ്റെ തോളിൽ കൊടുത്തിട്ടാണ് നമ്മൾ പുതിയ മനുഷ്യനായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. എൻ്റെ പേര് അലീന. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു, എടവക വല്ലക്കുന്ന്.
ഞാൻ ആദ്യമായിട്ടാണ് ഈ കോഴ്സ് കൂടുന്നത്. ഇവിടെ വന്നിട്ട് കുറേ ബോധ്യങ്ങളും കുറേ കാര്യങ്ങളും ഇവിടെ മനസ്സിലായി. നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും ഓരോ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലായി. സുവിശേഷ പ്രഘോഷണം നമ്മുടെ ദൗത്യമാണെന്നും അത് നിർവഹിക്കണമെന്നും മനസ്സിലായി. എനിക്ക് മൈക്കിൽ ഞാൻ സംസാരിച്ചിട്ടില്ല ഇതുവരെയും. എനിക്ക് നല്ലോണം സ്റ്റേജ് ഫിയർ ഉണ്ട്. പക്ഷെ ഇവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മൈക്കിൽ പറഞ്ഞു വന്നപ്പോൾ ശരിയായി. ഇപ്പം അങ്ങനെ സംസാരിക്കാൻ പേടിയും കാര്യങ്ങളില്ല. പിന്നെ സാക്ഷ്യം പറഞ്ഞപ്പം അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ഭയങ്കര മനസ്സിനും ഒരു സന്തോഷവും കാര്യങ്ങളും. പിന്നെ സമർപ്പണം ചെയ്തപ്പോൾ നമ്മുടെ എല്ലാ കുറവുകളും പോസിറ്റീവ്സും നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളും അതൊക്കെ എഴുതി നമ്മൾ ഈശോയ്ക്ക് കൊടുത്തപ്പോഴും ഭയങ്കര ഒരു ഇത് തോന്നി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജോയ്സി ദീപു, പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാൻ മിസ്സിയുടെ ഓൺലൈൻ കോഴ്സ് കൂടിയിട്ടുള്ള ആളാണ്. ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഇതിൻ്റെ ഓഫ്ലൈൻ, അതായത് റെസിഡൻഷ്യൽ കോഴ്സ് കൂടണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഇവിടെ എത്തിയത്. വന്നു കയറിയ ദിവസം എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നു കയറിയ പോലെയുള്ളൊരു ഫീലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പിന്നീട് അവിടെ നിന്ന് ഇന്ന് ഈ ദിവസം വരെയും ഞങ്ങൾ ഒരു എന്താ പറയുക, ഒരു കുടുംബമായി, ഒരു കൂട്ടായ്മയായി, ഒരു ദൈവസ്നേഹം അറിഞ്ഞവർ എങ്ങനെ അത് പങ്കുവെക്കണമെന്നുള്ളത് ഇവിടുന്ന് ശരിക്കും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. അലീസൻ്റെ ആണെങ്കിലും ഉണ്ടമ്മ ചേട്ടനും നാൻസി ചേച്ചി, സീന ചേച്ചി, ക്ലീറ്റസ് ചേട്ടൻ, ഇവരൊക്കെയാണ് ഞങ്ങൾ ക്ലാസ് എടുത്തു തന്നതും എല്ലാം. അപ്പോൾ ഇവരൊക്കെ നമ്മളോട് പെരുമാറിയത്, നമ്മളോട് തന്ന സ്നേഹവും കരുതലും, ഒരു നമ്മൾ പറയില്ല നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ പോലെ മക്കളെ പോലെ ഒക്കെ ഞങ്ങളെല്ലാവരെയും കൊണ്ട് നടന്ന് അതുപോലെ പരസ്പരം അനുഭവങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങളിലൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഓരോരുത്തരും അനുഭവിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ, അതായത് നമ്മളൊരു ധ്യാനത്തിന് മുമ്പ് സമർപ്പണമൊക്കെ നടത്താറുണ്ട്, കുമ്പസാരം നടത്താറുണ്ടെങ്കിലും നമുക്ക് ഒരു കുമ്പസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ, ശരിക്കും നമ്മളെ കഴുകി തുടച്ച് നമ്മൾ കുളിച്ച് ശുദ്ധീകരിച്ച് വരിക എന്ന് പറയണ പോലുള്ളൊരു കുമ്പസാരമാണ് സത്യത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സമർപ്പണവും, ഞങ്ങൾക്കൊരു ഉടുപ്പ് തന്ന് അതിൽ ഞങ്ങളുടേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ എഴുതി ഈശോയുടെ തോളിൽ അത് കൊണ്ടേ കൊടുത്ത്, ഇതൊന്നും ഇനി എൻ്റെ അല്ല, നീ ഏറ്റെടുത്ത് എന്നെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ചോളൂ എന്ന് പറഞ്ഞത് കൊടുത്തു കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളുടെ ഈ കോഴ്സിൽ 12 പാർട്ടിസിപ്പൻസും പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എന്തൊക്കെയോ ഒഴിഞ്ഞു പോയ പോലെ, ഞങ്ങൾ ഫ്രീ ബേർഡ്സ് ആയ പോലെയുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് സത്യമായിരുന്നു. അത്രയും വലിയൊരു അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മാമോദിസ സ്വീകരിച്ച ക്രിസ്ത്യാനികൾ തമ്പുരാന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്തം എന്തായിരുന്നു എന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഇങ്ങനൊരു ഇതിലേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടാനുള്ളൊരു സാഹചര്യവും ഇതും ഒക്കെ ഞങ്ങളെ ദൈവം തിരഞ്ഞെടുത്തത് തന്നെയാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. നന്ദി. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിസ്മ. ഞാൻ പള്ളിക്കുന്ന് ഇടവക തൃശ്ശൂർ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതാണ്. ഞാൻ BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. എൻ്റെ പപ്പയും മമ്മിയും ഈ ഒരു കോഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പം അവരിങ്ങനെ കുറേ നാളായി പറയണം ഇങ്ങനെ ഒരു കോഴ്സ് കൂടാം. അപ്പം ഞാൻ വെക്കേഷൻ കിട്ടിയപ്പം ഇങ്ങനൊരു ദിവസം ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം ഓൺലൈൻ കോഴ്സ് എനിക്ക് വരെയെങ്കിലും പല കാര്യങ്ങൾ കാരണം അതിങ്ങനെ മാറിപ്പോവാറുണ്ട്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോഴാണ് കോളേജിൽ നിന്ന് ഇങ്ങനെ ഒരു വെക്കേഷൻ കിട്ടുകയും എനിക്കിവിടെ വരാൻ സാധിക്കുകയും ചെയ്തത്. അപ്പോൾ നേരിട്ട് ഫിസിക്കൽ കോഴ്സിലേക്കായിരുന്നു ദൈവം വിളിച്ചത്. അപ്പം ഞാനവിടെ ആദ്യം ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് പപ്പ മമ്മി ആയാലും എല്ലാവരും ഇങ്ങനെ കുറച്ച് പ്രായമായിട്ടുള്ള എല്ലാവരും വന്നിട്ട് കൂടുന്ന ഒരു കോഴ്സായിരുന്നു എന്നാണ്, കൂടുന്ന ഒരു കോഴ്സാണ് ഇത് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇത് ശരിക്കും നമ്മളും അറിയേണ്ട, അതായത് ഞങ്ങളുടെ പോലുള്ള യൂത്തും അറിയേണ്ട കാര്യമാണിത്, ഭാവി തലമുറയ്ക്കും ഇത് പകർന്നു കൊടുക്കേണ്ട കാര്യമാണെന്നും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള കുറേ ബോധ്യങ്ങൾ, അറിയാത്ത കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. ദൈവസ്നേഹത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ പിന്നെ ഇവിടുത്തെ വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ആദ്യം വന്ന സമയത്ത് നമുക്ക് ആ പരിചയമില്ലാത്ത, അതും കേരളത്തിലെ പല ഡിസ്ട്രിക്റ്റിൽ നിന്നും പുറത്തുനിന്നും വന്ന കുറേ പേരാണ്. അപ്പം ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഒരു
ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞ സംഭവമില്ല, അത് നമുക്ക് തോന്നിയതല്ല. പക്ഷെ അത് കഴിഞ്ഞ് ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നപ്പോൾ മുതൽ നമുക്കൊരു കുടുംബം പോലെ നമുക്ക് ഇവിടെ തോന്നാൻ തുടങ്ങി. ഇവരിപ്പോൾ വിട്ട് പിരിയാന്നുള്ളത് തന്നെ ഭയങ്കര സങ്കടമുള്ള കാര്യമായിട്ട് തോന്നി തുടങ്ങി. ആ ഒരു ഫീലിംഗ് എനിക്കിവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതേപോലെ തന്നെ സുവിശേഷ പ്രഘോഷണം എന്നുള്ളത് നമ്മുടെ ദൗത്യമാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിലും അതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ അത് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതൊക്കെ ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റി. അതേപോലെ തന്നെ വലിയൊരു ഫാമിലിയുടെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ദൈവത്തിന് ഒത്തിരി സ്തുതി. ഇതിൽ പപ്പയും മമ്മിയും ആയാലും ഞാനിപ്പോൾ ഇതിലൊരു അംഗമായാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രായമായിട്ടുള്ളവർ മാത്രം കൊണ്ടൊരു കോഴ്സല്ല. എൻ്റെ ഇവിടെ കോഴ്സ് വന്നിട്ട് കൂടിയുള്ള അനുഭവം അനുസരിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് എൻ്റെ യൂത്തായിട്ടുള്ള ആരെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് വന്ന് കൂടണം, ഈശോയെ അനുഭവിക്കണം, മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കണം. നമുക്ക് കുറച്ചും കൂടെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ചാൻസസ് കുറേ ഉണ്ട്. അതിപ്പം ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥയിൽ അറിയാം, നമുക്ക് കൊടുക്കാൻ കുറേ അവസരങ്ങളുണ്ട്. അപ്പം നമ്മൾ യൂത്ത് ഇത് എന്തായാലും കൂടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഇതൊരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമായിട്ട് തോന്നില്ല, മറിച്ച് ഏറ്റവും വലിയൊരു സന്തോഷത്തോടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോൾ ഇവിടുത്തെ സമർപ്പണം ആയാലും അതേപോലെ തന്നെ ഇവിടുത്തെ കൗൺസിലിങ്, കുമ്പസാരം, അതേപോലെ തന്നെ ക്ലാസ്സുകൾ, ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഓരോ അനുഭവങ്ങൾ മനസ്സിലാക്കണം. ഇവിടുത്തെ പലരുടെയും ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളൊന്നുമല്ല എന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ അത്രയും വലിയൊരു ഇതിലോട്ടാണ് നമ്മൾ കടക്കുന്നത് ഈ ഒരു കോഴ്സിലൂടെ. അപ്പോൾ എല്ലാവരെയും എൻ്റെ ഒരു ഇവിടുത്തെ അനുഭവം അനുസരിച്ച് ഞാൻ എല്ലാവരെയും വിളിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഈ കോഴ്സ് കൂടണം, ഈശോയ്ക്ക് സാക്ഷ്യം വയ്ക്കണം. താങ്ക് യു. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയ്ക്കായെന്നും ദാഹിച്ചു പ്രാർത്ഥിക്കും കൂട്ടായ്മ. ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയ്ക്കായെന്നും ദാഹിച്ചു പ്രാർത്ഥിക്കും കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. തിരുസഭയാകും മൗലിക ദേഹം